വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ നിലക്കുമുള്ള തിന്മയുടെ പ്രവണതകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതിലേക്ക് പ്രേരിപ്പിക്കുന്ന മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ ധാരാളമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വ്യഭിചാരമെന്ന, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് പറയാവുന്ന സ്വവർഗരതി പോലെയുള്ള മഹാതിന്മകൾ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള മാർഗങ്ങൾ എന്താണ് എന്നാണ് നാം ഇവിടെ അന്വേഷിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ ഖുർആൻ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹത്തെ ഈ ഒരു വലിയ തിന്മയിലേക്ക് അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരത്തിലെ സയ്യിദിൻ്റെ ഭാര്യ ക്ഷണിക്കുന്ന സന്ദർഭം, അവർ വ്യഭിചാരത്തിനു വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അതിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, അതിന് അദ്ദേഹം സ്വീകരിച്ച വഴികളെന്തായിരുന്നു, അതാണ് എക്കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ സൂറത്തു യൂസുഫ് 12-ാമത്തെ അധ്യായം, ആ 12-ാമത്തെ അധ്യായമായ സൂറത്തു യൂസുഫിലെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. ഇവരുടെ ചരിത്രം വിശദീകരിക്കപ്പെട്ടതിൽ, അവരുടെ കഥ പറയപ്പെട്ടതിൽ, അവരുടെ ആ കഥയിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ വരാനിരിക്കുന്ന മനുഷ്യർക്ക് വ്യത്യസ്ത മേഖലകളിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ഗുണപാഠങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ കൊട്ടാരത്തിലുള്ള സ്ത്രീ ഈ ഒരു വലിയ തിന്മക്ക് വേണ്ടി ക്ഷണിച്ചു എന്നുള്ളത്. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും ശക്തമായ പ്രേരണയും സാഹചര്യവുമായിരുന്നു അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായത്. അപ്പോൾ അത്രയും ശക്തമായ, ഏറ്റവും അനുയോജ്യമായ ഒരു സാഹചര്യമുണ്ടായിട്ടും അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള സാഹചര്യങ്ങളിലുള്ളവർക്കും രക്ഷപ്പെടാൻ ഈ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, അദ്ദേഹം അങ്ങേയറ്റം സൗന്ദര്യമുള്ള യുവാവായ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങേയറ്റം സൗന്ദര്യവും അങ്ങേയറ്റത്തെ യുവത്വവും ഉണ്ടായിരുന്ന സാഹചര്യം. അദ്ദേഹത്തെ ആ തിന്മയിലേക്ക് ക്ഷണിച്ചതാകട്ടെ ഏതെങ്കിലും മോശക്കാരിയായ ഒരു സ്ത്രീയല്ല, മറിച്ച് ആ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഭാര്യയാണ്, കുലീനയാണ്, സുന്ദരിയാണ്. അവരതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അവരുടെ തോഴിമാരും കൂടെ കൂടുകയുണ്ടായി. അതേ സന്ദർഭത്തിൽ അദ്ദേഹം ആ കൊട്ടാരത്തിൽ തന്നെയാണ്. ആ തിന്മ ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും അവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ തിന്മയിലേക്ക് ഒരു നിലക്കും ചാഞ്ഞു കൊടുക്കാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായില്ല. എങ്ങനെയാണ് അദ്ദേഹത്തിന് ശക്തമായ ആ ഒരു വ്യഭിചാര പ്രേരണയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്? അത് പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് നമുക്ക് ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണിവിടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സൂറത്ത് യൂസുഫിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സിഹി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക്. അദ്ദേഹത്തെ ആ തിന്മക്ക് പ്രേരിപ്പിച്ച ആ വീട്ടിലുള്ള ആ സ്ത്രീ, രാജാവിൻ്റെ ഭാര്യ, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ റൂമിൽ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് വാതിൽ അടച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വഖാലത് ഹൈത ലക്, എൻ്റെ അടുക്കലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ തിന്മക്ക് അവർ പ്രേരിപ്പിച്ചു. അപ്പോൾ വാതിലടച്ച് ആ തിന്മക്ക് അവർ ക്ഷണിക്കുകയാണ്. കുലീനയായ ഒരു സ്ത്രീയാണ് ക്ഷണിക്കുന്നത്. ആ സമയത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ പറഞ്ഞതെന്താണ്? അതാണ് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കെല്ലാവർക്കും ഒന്നാമതായി ചെയ്യാനുള്ളത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല മആദല്ലാഹ്, ഞാനിതാ അള്ളാഹുവിൽ അഭയം തേടുന്നു, ഞാനിതാ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം
ആ ഒരു ഗൗരവമേറിയ ഘട്ടത്തിൽ അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഏറ്റവും രഹസ്യമായ സാഹചര്യമാണുള്ളത്. റൂമിൽ കയറി വാതിലടച്ചു, രഹസ്യമായ സാഹചര്യമാണ്. അപ്പോഴും അദ്ദേഹം അള്ളാഹുവിനെ ഓർക്കുകയാണ്. ആ രഹസ്യത്തിലും അള്ളാഹുവിനെ ഓർക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൽ അഭയം തേടുകയുമാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗമെന്നുള്ളത് അള്ളാഹുവിനോട് കാവലിനെ തേടലാണ്. മറ്റു ചപ്പടി വിദ്യകൾ കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. അള്ളാഹു നമ്മളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹു നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകും. അതുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിൽ നമ്മൾ അഭയം തേടേണ്ടതുണ്ട് ഈ ഒരു തിന്മയിൽ നിന്ന്. അത്രമാത്രം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആധുനിക കാലഘട്ടത്തിലുള്ളത്. സോഷ്യൽ മീഡിയയും അതേപോലെയുള്ള ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ വ്യഭിചാരത്തിലേക്ക്, തിന്മയിലേക്ക് ക്ഷണിക്കുന്നതാണ്. അത്തരം വിപത്തുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൽ അഭയം തേടലാണ് ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ട് നാം ആത്മാർത്ഥമായി രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൽ അഭയം തേടുകയും ചെയ്യണം. അദ്ദേഹം പറഞ്ഞത് ഖാല മആദല്ലാഹ്, ഞാനിതാ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ്. ഞാനും നിങ്ങളും ഇത്തരം തിന്മയിൽ നിന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിൽ അഭയം തേടിയാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഭയം നൽകുന്നതാണ്, അത്തരം തിന്മകളിൽ നിന്ന് നമ്മെ തടയുന്നതാണ്. രണ്ടാമത്തത്, അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ ഓർക്കുകയും വ്യഭിചാരമെന്നത് അത് വളരെ മോശമായ ഒരു ളുൽമാണ്, അക്രമമാണ്, അത്തരം തിന്മകൾ ഞാൻ ഒരിക്കലും റബ്ബിനോട് ചെയ്യാൻ പാടില്ല എന്ന തിരിച്ചറിവായിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, തീർച്ചയായും എൻ്റെ രക്ഷിതാവായ അള്ളാഹു എൻ്റെ ഇവിടെയുള്ള താമസം, കാരണം അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതാണ് സഹോദരങ്ങൾ. അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി പൊട്ടക്കിണറ്റിൽ നിന്നും കൊട്ടാരത്തിലാണ് പിന്നീട് ആര് വളരുന്നത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വളരുന്നത്. അത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയ റബ്ബ്, ആ റബ്ബിനോട് ഞാൻ നന്ദികേട് കാണിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവായിരുന്നു. അതാണ് ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, ളാലിമീങ്ങൾ അഥവാ ളുൽമ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നമുക്കറിയാം വ്യഭിചാരം എന്നുള്ളത് കഠിനമായ ഒരു ശിക്ഷ ലഭിക്കുന്ന തിന്മയാണ്. അള്ളാഹു പറയുന്നത് വലാ തഖറബുസ് സിന ഇന്നഹു കാന ഫാഹിഷത്തൻ വസാഅ സബീല, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്, അത് അങ്ങേയറ്റത്തെ നീചവൃത്തിയും തെറ്റായ വഴിയുമാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരം ഒരു ളുൽമാണ്, അക്രമമാണ്, നന്ദികേടാണ്, വലിയ ഹറാമാണ്, കടുത്ത പാപമാണ് എന്ന് തിരിച്ചറിയണം. ആ അറിവ് നമുക്കുണ്ടാവണം. പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വ്യഭിചാരമെന്ന തിന്മയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് വ്യഭിചാരത്തിലൂടെ സംഭവിക്കുന്ന ഒട്ടനവധി രോഗങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, വൈയക്തികമായ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാമുള്ള അറിവ് നമുക്കുണ്ടാവണം. ആ അറിവ് ലഭിക്കുമ്പോഴാണ് ഇതൊരു വലിയ തിന്മയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. അങ്ങനെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലും അതല്ലാത്ത നിലക്ക് വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന സാമൂഹികമായ പ്രശ്നങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അതൊരു ളുൽമാണ് എന്നും അതോടൊപ്പം അള്ളാഹു ഏറ്റവും വെറുക്കുന്ന പാപമാണ് എന്നും എനിക്ക് എല്ലാ നിഅമത്തുകളും ചെയ്തു തന്ന റഹ്മാനായ റബ്ബിനോട് ഞാൻ അനുസരണക്കേട് കാണിക്കരുത്, നന്ദികേട് കാണിക്കരുത് എന്ന തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്തരമൊരു ചിന്ത കാരണത്താൽ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തത്, നമ്മുടെ ഈമാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയും ഈമാനും നാം പുതുക്കണം. പ്രത്യേകിച്ചും അത്തരമൊരു തിന്മ, ആ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, ആ തിന്മയിലേക്ക് പ്രേരണ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. 24-ാമത്തെ ആയത്തിൽ സൂറത്തു യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഹമ്മത് ബിഹി, ആ സ്ത്രീക്ക് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ആ തെറ്റായ ചിന്തയുണ്ടായി. വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി, അള്ളാഹുവിൽ നിന്നുള്ള ബുർഹാൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനും അത്തരമൊരു തിന്മയിലേക്കുള്ള ചായ്വുണ്ടാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചായ്വുണ്ടായില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ആ ബുർഹാൻ അദ്ദേഹം കാണുകയുണ്ടായി. അവിടെ എന്താണ് ബുർഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു.
അത് ഈമാനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ദിക്റും ആ ഈമാനിലുള്ള വർധനവും അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയുമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അള്ളാഹുവിനെ ഓർക്കലും തഖ്വയുണ്ടാകലും അള്ളാഹുവിനെ ഭയപ്പെടലും അതാണ് തിന്മയിൽ നിന്ന് നമ്മെ തടയുന്നത്. ഗുഹയിലകപ്പെട്ടു പോയ 3 ആളുകൾ, അവർ ഗുഹാമുഖത്ത് വലിയൊരു പാറക്കല്ല് വന്നപ്പോൾ അത് നീങ്ങാൻ വേണ്ടി അവർ ചെയ്ത നന്മകളെടുത്ത് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അതിൽ ഒരാൾ പറഞ്ഞതെന്താണ്? എനിക്ക് വ്യഭിചാരത്തിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായി, ആ സ്ത്രീയുടെ ഏറ്റവും അടുത്ത് ഞാൻ എത്തുകയുണ്ടായി. പക്ഷേ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞു. ആ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിൽ തറച്ചു. അങ്ങനെ ഞാൻ ആ തിന്മയിൽ നിന്ന് മാറി നിന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ തിന്മയിലേക്ക് ഏറ്റവും ശക്തമായ പ്രേരണയുണ്ടായ സന്ദർഭത്തിൽ പോലും അതിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചത് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയമാണ്, ശരിയായ ഈമാനാണ്. കാരണം വ്യഭിചരിക്കുമ്പോൾ ഒരാളുടെ ഈമാൻ അയാളിൽ നിന്ന് ഉയർന്നു പോകുന്നു, തലയുടെ മേലെയായി പോകുന്നു. പിന്നീട് അയാൾ അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് അത് തിരിച്ചു വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു പേടിയും ഈമാനിലുമുള്ള വർധനവ് അത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും അത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും. അതാണ് ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞത് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. അദ്ദേഹത്തിൽ നിന്ന് അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ആ മോശമായ കാര്യം, നീചവൃത്തി അള്ളാഹു തിരിച്ചുവിട്ടത് അപ്രകാരമാകുന്നു. അപ്പോൾ ഈമാനിനെ നമ്മുടെ മനസ്സിൽ പുതുക്കുകയും അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി നമുക്കുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തത് ഇഖ്ലാസ് വേണം, അഥവാ ആത്മാർത്ഥത. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ആത്മാർത്ഥമായ ചിന്ത വേണം. അതുകൊണ്ടാണ് ഈ ആയത്തിൽ തന്നെ 24ാമത്തെ ആയത്തിൽ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, തീർച്ചയായും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ ഇഖ്ലാസുള്ള അടിമകളിൽ പെട്ട ആളാണ്. എന്തുകൊണ്ടാണ് അവിടെ ഇഖ്ലാസുള്ള അടിമ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? തിന്മയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ്. എന്നാൽ ഈ ആഗ്രഹമില്ലാതെ തെറ്റ് ചെയ്യണമെന്നാണ് മനസ്സിൽ നമ്മൾ നിയ്യത്താക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ ആ തെറ്റ് ചെയ്യാതിരുന്നേക്കാം. പക്ഷേ വ്യക്തമായ സാഹചര്യം ലഭിച്ചാൽ അത്തരം ആളുകൾ ആ തിന്മ ചെയ്യും. എന്തുകൊണ്ടാണ്? തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം മനസ്സിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ മനസ്സിൽ ഇഖ്ലാസോടുകൂടി ഇത്തരം തിന്മകളൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല, ഇത്തരം തിന്മകളൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് ഒരാൾ ആത്മാർത്ഥമായി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ തിന്മ ചെയ്യണമെന്ന് ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല, മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാമും അങ്ങനെ ആയിരിക്കണം. സാഹചര്യങ്ങൾ കിട്ടിയാൽ തിന്മ ചെയ്യാമെന്ന നിയ്യത്തല്ല നമുക്ക് വേണ്ടത്. ഒരിക്കലും ഈ തിന്മ എന്നിൽ നിന്ന് സംഭവിക്കരുത് റബ്ബേ, നീ എന്നെ സഹായിക്കണമേ എന്ന വ്യക്തമായ ആത്മാർത്ഥത നമ്മുടെ മനസ്സിലുണ്ടാകണം. 5ാമത്തത് തിന്മയിൽ നിന്ന് ഓടിയകലാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. തിന്മയിൽ നിന്ന് ഓടിയകലാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് 25ാമത്തെ ആയത്തിൽ, സൂറത്ത് യൂസുഫിലെ 25ാമത്തെ ആയത്തിൽ ആ തിന്മക്ക് വേണ്ടി ആ സ്ത്രീ ക്ഷണിച്ചപ്പോൾ, എൻ്റെ അടുക്കലേക്ക് വരൂ ഹൈതലക് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്? അങ്ങോട്ട് പോവുകയാണോ ചെയ്തത്? അല്ല, വസ്തബഖൽ ബാബ, വാതിലിനടുത്തേക്ക് ഓടുകയാണ് ചെയ്തത്. ആ ഓട്ടത്തിൻ്റെ ശക്തി കാരണം വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായത്തിന് ആ സ്ത്രീ കയറിപ്പിടിക്കുകയും ആ കുപ്പായം കീറിപ്പോവുകയും ചെയ്തു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മെല്ലെ നടക്കുകയായിരുന്നെങ്കിൽ കുപ്പായം കീറുകയില്ല. അപ്പോൾ കുപ്പായം കീറിപ്പോവാനുള്ള കാരണം അത്രയും ശക്തിയിലാണ് അദ്ദേഹം തിരിഞ്ഞോടിയത്. ഇങ്ങനെ ഓടാൻ നമുക്ക് സാധിച്ചാൽ, തിന്മയിൽ നിന്ന് ഓടിയകലാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ ഇത്തരത്തിലുള്ള നീചവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. എന്നാൽ പലപ്പോഴും തിന്മകളിലേക്കാണ് നാം ഓടുന്നത്, ഹറാമുകളിലേക്കാണ് ധൃതി വെച്ച് ഓടുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ട്. ആ ഹറാമുകളിലേക്ക് ഓടാനാണ് ആളുകൾ താല്പര്യം കാണിക്കുന്നത്. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത് തിന്മകളിൽ നിന്ന് ഓടിയകലാണ്. എന്താണ് ആ തിന്മയിൽ നിന്ന് ഓടിയകലുക എന്ന് പറഞ്ഞാൽ? തിന്മയുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലുക. കാരണം വ്യഭിചാരത്തിലേക്ക്, തത്തുല്യമായ തിന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വസീലകളുണ്ട്, മാർഗങ്ങളുണ്ട്.
ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പോലും, അതിലുള്ള ഓരോ കാഴ്ചകൾ, അതേപോലെയുള്ള സംസാരങ്ങൾ, കേൾവികൾ, സിനിമകൾ, പാട്ടുകൾ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴികളാണ്. ആ വഴികളെ അടച്ചുകൊണ്ട് അതിൽ നിന്ന് ഓടി അകലാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിലേ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. എന്നാൽ വ്യഭിചാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന എല്ലാ മാർഗങ്ങളിലും നമ്മൾ പ്രവേശിക്കുകയും അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്താൽ നമുക്ക് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നീട് അതിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വഴികളിൽ നിന്ന് ഓടി അകലുകയും ആ വാതിലുകളെ അടച്ചു കളയുകയും ചെയ്യുക എന്നുള്ളതാണ് വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴികളിലൊന്ന്. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ തിന്മയിലേക്കല്ല അദ്ദേഹം ഓടിയിട്ടുള്ളത്. അതും നമുക്ക് വളരെ ശക്തമായ ഒരു ഗുണപാഠമാണ്. ആറാമത്തത്, ഒരു നിലക്കും തിന്മക്ക് വഴിപ്പെട്ടു കൊടുക്കാതിരിക്കുക. പ്രേരണകൾ ആവർത്തിച്ചാൽ ആ ആവർത്തനത്തിനനുസരിച്ച് പിന്നീട് മെല്ലെ മെല്ലെ അതിലേക്ക് ചായ്വ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സ്ത്രീ നിരന്തരമായി തിന്മക്ക് പ്രേരിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സൂറത്തു യൂസുഫിലെ 32-ാമത്തെ ആയത്തിൽ ആ സ്ത്രീ പറയുന്നത്, വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി ഫസ്തഅസം. ഞാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, പക്ഷേ ഫസ്തഅസമ, അദ്ദേഹം ശക്തമായി അതിനെതിരിൽ നിലകൊണ്ടു. ഇഅ്തിസാം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ വഴി സ്വീകരിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കലാണത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നിലക്കും വഴങ്ങിയില്ല. ചില ആളുകളുണ്ട്, അവർ 1, 2, 3 വട്ടം അവർ തിന്മക്കെതിരെ പ്രതിരോധിക്കും. എന്നാൽ പ്രേരണകൾ കൂടുന്നതിനനുസരിച്ച് പിന്നീട് മെല്ലെ മെല്ലെ മയപ്പെട്ട് അവസാനം ആ തിന്മയിലേക്ക് പോകുന്നൊരു സാഹചര്യം. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചെയ്തത്, അവർ എത്ര തന്നെ ശ്രമിച്ചിട്ടും, മാത്രമല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന തോഴിമാരായ സ്ത്രീകളും ശ്രമിച്ചു, പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നിലക്കും വിട്ടുകൊടുത്തില്ല. ആ നിലക്ക് തൻ്റെ അഭിമാനത്തെ, തൻ്റെ മതത്തെ, തൻ്റെ ധാർമ്മികതയെ വ്യക്തമായി സംരക്ഷിക്കാനുള്ള ഒരു മനഃശക്തിയും ശക്തമായ തീരുമാനവും ഉണ്ടാകണം. അതിനാണ് അൽ ഇഅ്തിസാം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനും അങ്ങനെയുള്ള ഒരു തീരുമാനമാണ്, സംരക്ഷണത്തിനുള്ള വഴികൾ തേടലാണ് നമ്മെ സഹായിക്കുന്നത്. ഏഴാമത്തത്, ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ദുആ ചെയ്യുകയാണ്. 33-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന, അവിടെ ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്, അഥവാ ആ സ്ത്രീകളെല്ലാം അതിന് ശ്രമിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന വ്യഭിചാരത്തേക്കാൾ അല്ലാഹുവേ എനിക്കിഷ്ടം ജയിലാണ്. ഇങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എനിക്ക് ജയിലിൽ പോകേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത് എന്ന് പറയാനായിരിക്കും ഒരുപക്ഷേ സാധാരണക്കാരായ ആളുകൾ ശ്രമിക്കുക. കാരണം എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, എന്നെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തിന്മ ചെയ്തു എന്നാണ് പലപ്പോഴും ആളുകൾ പറയുക. എന്നാൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് നോക്കൂ, അല്ലാഹുവേ, വ്യഭിചാരത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ജയിലിൽ പോയി കിടക്കാനാണ്. ജയിലിൽ എത്ര കാലം കഴിയേണ്ടി വന്നാലും വ്യഭിചാരമെന്ന തിന്മ ഞാൻ ചെയ്യുകയില്ല റബ്ബേ. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി, എൻ്റെ റബ്ബേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അവർ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലാണ്. വ ഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വ അകും മിനൽ ജാഹിലീൻ. സ്ത്രീകളുടെ ആ തന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചായ്ഞ്ഞു പോവുകയും ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ വ്യഭിചാരം എന്നുള്ളത് അത് അങ്ങേയറ്റത്തെ ജഹാലത്താണ്, വിവരക്കേടാണ്, വലിയ തിന്മയാണ്. അതുകൊണ്ട് ഫിത്നയിൽ നിന്ന്, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന, ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കുമുള്ളതാണ്. ഇവിടെ ഈ പറയപ്പെട്ടിട്ടുള്ള 7 കാര്യങ്ങളും സ്ത്രീകൾക്കും ബാധകമാണ്, പുരുഷന്മാർക്കും ബാധകമാണ്. വ്യഭിചാരത്തിലേക്ക് പ്രേരണ ഉണ്ടാകുമ്പോൾ ഈ 7 കാര്യങ്ങൾ സ്ത്രീകളെയും സഹായിക്കും, ഈ 7 കാര്യങ്ങൾ പുരുഷന്മാരെയും സഹായിക്കും. ആത്മാർത്ഥമായ റബ്ബിനോടുള്ള പ്രാർത്ഥന, അല്ലാഹുവേ, നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതാണത്. വ്യഭിചാരത്തിൽ നിന്നും അതേപോലെയുള്ള തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന
ആളുകളുടെ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥനയുണ്ടാകണം. ഇങ്ങനെ ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, അള്ളാഹുവിൽ അഭയം തേടലാണത്, തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനോട് കാവലിനെ തേടൽ. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നന്ദികേടാണ്, ളുൽമാണ് ഇത്തരത്തിലുള്ള തിന്മകൾ എന്ന് തിരിച്ചറിയൽ. മൂന്നാമത്തത്, ഈമാനിനെ പുതുക്കൽ. നാലാമത്തത്, ഇഖ്ലാസ് ഉണ്ടായിരിക്കൽ. അഞ്ചാമത്തത്, തിന്മയിൽ നിന്ന് ഓടിയകലൽ. ആറാമത്തത്, ഒരു നിലക്കും തിന്മക്ക് വഴിപ്പെട്ടു കൊടുക്കാത്ത വിധമുള്ള മനസ്ഥൈര്യവും ധൈര്യവും. ഏഴാമത്തത്, ആത്മാർത്ഥമായ പ്രാർത്ഥനയും. അങ്ങനെ ചെയ്തപ്പോൾ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ യൂസുഫ് നബിയുടെ രക്ഷിതാവ് അഥവാ അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഫസറഫ അൻഹു കൈദഹുൻ, അവരുടെ തന്ത്രങ്ങളിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു രക്ഷപ്പെടുത്തി. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. നാം ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം യുവാക്കളെ എങ്ങനെ തിന്മയിൽ നിന്ന് തടയാമെന്നാണ്. വ്യഭിചാരം, സ്വവർഗരതി, സ്വവർഗ വിവാഹങ്ങൾ, മയക്കുമരുന്നുകൾ, അതേപോലെയുള്ള ഒട്ടനവധി വൃത്തികേടുകൾ സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവാക്കളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് യുവാക്കളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന ചിന്തയാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ചിന്തകളിലൊന്ന്. ഈ പറയപ്പെട്ട 7 കാര്യങ്ങളുടെ പ്രാധാന്യം സമൂഹത്തെ, യുവാക്കളെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ ഇൻഷാ അള്ളാഹ് നമുക്ക് സമൂഹത്തെ, തലമുറയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇവിടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കേവലം പ്രാർത്ഥനയിൽ ഒതുങ്ങുകയല്ല ചെയ്തത്, മറിച്ച് അതിനപ്പുറത്ത് ആ തിന്മയിൽ നിന്ന് ഓടിയകലാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹം നടത്തിയപ്പോൾ, അത് രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി. തീർച്ചയായും ഇതേ കാര്യം ഞാനും നിങ്ങളും ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥനയോടൊപ്പം ഈ പറഞ്ഞ 7 കാര്യങ്ങളും നമ്മൾ പ്രാവർത്തികമാക്കിയാൽ ഇൻഷാ അള്ളാഹു നമ്മെയും എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് എല്ലാ നിലക്കുമുള്ള നീചവൃത്തികളിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.